ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് CDS ഓഫീസുകളിലെ ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെയാണ് ടാലിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ചില സ്ഥലങ്ങളിലെങ്കിലും സ്വതന്ത്രമായിട്ട് ഓഫീസുള്ള CDSകൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ചിലവ് ടാലിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് എൻ്റർ ചെയ്യുക, ലെഡ്ജർ സെലക്ട് ചെയ്യുക, പേര് ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് എന്നോ ഇലക്ട്രിസിറ്റി ബില്ലെന്നോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇത് ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് എന്ന് കൊടുക്കുക. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, നമ്മുടെ തനത് ചിലവാണിത്. ഇതിൻ്റെ കോസ്റ്റ് സെൻറ്റർ ഓഫ് ചെയ്തേക്കുക. ഓഫാണ് നിലവിൽ. സേവ് ചെയ്യുക. ഇനി നമുക്ക് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വൗച്ചർ എൻട്രി എടുക്കുക. പേയ്മെൻ്റ് ആണ് ഇതിനെല്ലാം. ഡേറ്റ് സെലക്ട് ചെയ്യുക. കൊടുക്കുന്നത് ഓൺ ഫണ്ടിൽ നിന്നാണ്, പോകുന്നത് ഇലക്ട്രിസിറ്റി ചാർജ് ആയിട്ടാണ്. ₹250 ഇലക്ട്രിസിറ്റി ബില്ല്. ചെക്ക് നമ്പർ കൊടുത്ത് സേവ് ചെയ്യുക. വീണ്ടും 2 മാസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ബില്ല് വരാറുണ്ട്. അതും ഓൺ ഫണ്ടിൽ നിന്നും ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഇനി എൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ലെഡ്ജർ എടുത്ത് നോക്കാം. ഡിസ്പ്ലേ, അക്കൗണ്ട് ബുക്ക്, ലെഡ്ജർ, ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് എടുത്ത് നോക്കുമ്പോൾ ഡേറ്റ് മാറ്റി കൊടുക്കുക. 2 മാസത്തിൽ ഏപ്രിൽ മാസവും ജൂൺ മാസത്തിലും ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്തതിൻ്റെ ചിലവ് ₹520 പോയതായിട്ട് കാണാൻ കഴിയും. നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കാം. ബാലൻസ് ഷീറ്റിൽ ഇതിനകത്ത് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാകത്തില്ല. കാരണം ബാലൻസ് ഷീറ്റിലേക്ക് വരുന്ന ഐറ്റം അല്ല ഇത്. റവന്യൂ എക്സ്പെൻഡിച്ചറാണ്, ഡേ ടു ഡേ എക്സ്പെൻസസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇൻഡയറക്റ്റ് എക്സ്പെൻസസിൽ ഒരു ഐറ്റം ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഉണ്ട്, മറ്റൊന്ന് ഇൻ്റർനെറ്റ് ചാർജ്. നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ CDSൻ്റെ തനത് ചിലവുകൾ റെക്കോർഡ് ചെയ്യാൻ കഴിയും. ഓക്കെ.